ഡൽഹിയിൽ കൃത്രിമ മഴയ്ക്ക് ക്ലൗഡ് സീഡിംഗ് നടത്തുന്നതിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി. ഉത്തർപ്രദേശിൽ കാൺപൂരിൽ നിന്നാണ് ക്ലൗഡ് സീഡിങ്ങിനുള്ള വിമാനം പറന്നത്. ബുറാഡി മേഖലയിലായിരുന്നു ആദ്യം ക്ലൗഡ് സീഡിംഗ് നടത്തിയത്. ഇതിന്റെ ക്ലൗഡ് സീഡിങ്ങിനുള്ള വിമാനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, വലിയ തോതിൽ അല്ലെങ്കിൽ പുകമാലിന്യങ്ങൾ നിറഞ്ഞ അവസ്ഥയാണ്. അതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് ക്ലൗഡ് സീഡിംഗ് നടത്തുന്നത്. എപ്പോഴാണ് ഇതിപ്പോൾ പരീക്ഷണം വിജയകരമായി, അല്ലാതെ എപ്പോൾ നടത്തും? ദിവിഷി, പരീക്ഷണം വിജയകരമായി. ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും വിജയത്തിലെത്തി എന്ന് പറയാൻ സാധിക്കും. അതായത് ഇന്ന് തന്നെ മഴ പെയ്യും, ഈ കൃത്രിമ മഴ പെയ്യും എന്നുള്ള കാര്യമാണ് ഡൽഹിയിൽ സർക്കാർ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ IIT കാൺപൂരിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരീക്ഷണം ഇപ്പോൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 5 മണിക്കും 6 മണിക്കും ഇടയിൽ മഴ പെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. നിലവിൽ ബുറാഡി മേഖലയിലാണ് ഈ ക്ലൗഡ് സീഡിംഗ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ട്രയൽ റൺ അത് വിജയകരമായി പൂർത്തിയായിട്ടുണ്ട്. മേഘങ്ങളിൽ 15 മുതൽ 20% ഹ്യൂമിഡിറ്റി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ്. ഇതെല്ലാം തന്നെ മഴ അടുത്ത മണിക്കൂറുകളിൽ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം വിലയിരുത്തുന്നുണ്ട്. ഇന്ന് തന്നെ 2-3 ട്രിപ്പുകൾ കൂടി വിമാനം കാൺപൂരിൽ നിന്ന് പറന്നുയർന്ന് ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഈ ക്ലൗഡ് സീഡിംഗ് നടത്തി മീററ്റിലേക്ക് മടങ്ങുമെന്നുള്ള കാര്യം കൂടിയാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ മേഘത്തിലേക്ക് തളിക്കുന്നത് സിൽവർ അയഡൈഡ് ആണ്. ആ സിൽവർ അയഡൈഡ് തളിച്ചു കഴിഞ്ഞാൽ അത് ഈ മഴ പെയ്യിക്കാനുള്ള, പ്രത്യേകിച്ചും മേഘങ്ങൾ, കാർമേഘങ്ങൾ വികസിപ്പിക്കാനും അതുപോലെ തന്നെ മഴത്തുള്ളികൾ വികസിപ്പിക്കാനുമുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ഈ സിൽവർ അയഡൈഡിലൂടെ തളിക്കുന്നതിലൂടെ നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ആർട്ടിഫിഷ്യൽ റെയിൻ്റെ, ഈ കൃത്രിമ മഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതെന്തായാലും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെ അറിയാൻ സാധിക്കുന്നത്. അതായത് മഴ ഇന്ന് പെയ്യാൻ വളരെയധികം സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും പെയ്യുമെന്നുള്ള കാര്യം കൂടിയാണ് ഡൽഹി സർക്കാർ വിലയിരുത്തുന്നത്. ഇത് ഈ പുകമലിനീകരണം നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. അത് എത്രത്തോളം വിജയകരമാകുമെന്നുള്ള കാര്യം കൂടി നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത് വിജയകരമാണെങ്കിൽ അതൊരു ലോങ് ടേം പ്ലാനായിട്ട്, ഒരു ദീർഘകാല പദ്ധതിയായിട്ട് കൂടി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഡൽഹി സർക്കാർ എടുത്തിരിക്കുന്നത്. ഇപ്പോഴും ഈ ഡൽഹിയുടെ ആകാശം അത് പൂർണ്ണമായിട്ടും കാർമേഘങ്ങളായി മൂടിയിട്ടില്ല. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ പ്രാന്തപ്രദേശങ്ങൾ, അതായത് ബുറാഡി എന്ന് പറയുന്നതൊക്കെ അതിർത്തി മേഖലകളാണ്, ഹരിയാനയോടും ഉത്തർപ്രദേശിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന മേഖലകളാണ്. അവിടെയായിരിക്കും ആദ്യഘട്ടത്തിൽ ഈ ക്ലൗഡ് സീഡിങ്ങിലൂടെ മഴ പെയ്യുക എന്നുള്ള കാര്യം കൂടിയാണ് ഇതിലിപ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യം കൂടി. എന്തായാലും ഇന്ന് തന്നെ കൂടുതൽ വിമാനങ്ങൾ ഇത്തരത്തിൽ പറന്നുയർന്ന് ക്ലൗഡ് സീഡിംഗ് നടത്തുക, അതായത് ഇതിൻ്റെ ട്രയൽ നടത്തുകയാണെങ്കിൽ കൂടുതൽ ഇടങ്ങളിൽ കൂടെ മഴ പെയ്യുമെന്നുള്ള കാര്യം തന്നെ നിലവിൽ മനസ്സിലാകുന്നുണ്ട്. അരമണിക്കൂർ മുതൽ, അതായത് വിജയകരമായി ട്രയൽ പൂർത്തിയായി കഴിഞ്ഞാൽ അരമണിക്കൂർ മുതൽ 2 മണിക്കൂറിനിടയിലാണ് ഈ കെമിക്കൽ റിയാക്ഷൻ അത് പൂർത്തിയാക്കാനുള്ള സമയം. അതോടെ ആർട്ടിഫിഷ്യൽ റെയിൻ പെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ്. നമുക്ക് എന്തായാലും കൃത്രിമ മഴ ഡൽഹിയിൽ പെയ്യുന്നത് കൂടി കാണാൻ കാത്തിരിക്കാം. അതിൻ്റെ ഈ ക്ലൗഡ് സീഡിങ്ങിൻ്റെ നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനിയുള്ള അരമണിക്കൂർ മുതൽ 2 മണിക്കൂറിനുള്ള സമയത്ത് മഴ പെയ്യാനാണ് സാധ്യത. അത് നമുക്ക് നോക്കാം.